പ്രിയമുള്ളവരെ, വചനജ്വാല 1335 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഏപ്രിൽ 27 ഞായറാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് ദൈവത്തിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ ദിവസത്തിൽ പുതുഞായർ തിരുനാളായി ആഘോഷിക്കുന്ന ദിവസമാണ്. മാർ തോമാസ് ശ്ലീഹായ്ക്ക് യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുകയും എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് അടിയറ വയ്ക്കുകയും ചെയ്ത ആ ദിനത്തിൻ്റെ ഓർമ്മ ആചരിക്കുന്ന ദിവസമാണിന്ന്. ഇന്നത്തെ വചനവായനയിൽ 97 സങ്കീർത്തനം 1 മുതൽ 12 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. പ്രപഞ്ചനാഥനായ കർത്താവ്, കർത്താവ് വാഴുന്നു, ഭൂമി സന്തോഷിക്കട്ടെ, ദീപസമൂഹങ്ങൾ ആനന്ദിക്കട്ടെ. മേഘങ്ങളും കൂരിരുട്ടും അവിടുത്തെ ചുറ്റുമുണ്ട്. നീതിയും ന്യായവും അവിടുത്തെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാണ്. അഗ്നി അവിടുത്തെ മുൻപേ നീങ്ങുന്നു, അത് അവിടുത്തെ വൈരികളെ ദഹിപ്പിക്കുന്നു. അവിടുത്തെ മിന്നൽ പിണറുകൾ ലോകത്തെ പ്രകാശിപ്പിക്കുന്നു, ഭൂമി അതുകൊണ്ട് വിറകൊള്ളുന്നു. കർത്താവിന്റെ മുൻപിൽ, ഭൂമി മുഴുവന്റെയും അധിപനായ കർത്താവിന്റെ മുൻപിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു. ആകാശം അവിടുത്തെ നീതിയെ പ്രഘോഷിക്കുന്നു, എല്ലാ ജനതകളും അവിടുത്തെ മഹത്വം ദർശിക്കുന്നു. വ്യർത്ഥ ബിംബങ്ങളിൽ അഭിമാനം കൊള്ളുന്ന വിഗ്രഹാരാധകർ ലജ്ജിതരായിത്തീരുന്നു. എല്ലാ ദേവന്മാരും അവിടുത്തെ മുൻപിൽ കുമ്പിടുന്നു. സിയോൻ ഇത് കേട്ട് സന്തോഷിക്കുന്നു, യൂദയായുടെ പുത്രിമാർ ആഹ്ലാദിക്കുന്നു. ദൈവമേ, അവിടുത്തെ ന്യായവിധിയിൽ അവർ ആനന്ദിക്കുന്നു. കർത്താവേ, അങ്ങ് ഭൂമി മുഴുവന്റെയും അധിപനാണ്, എല്ലാ ദേവന്മാരെയും കാൾ ഉന്നതനാണ്. തിന്മയെ ദേഷിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു. അവിടുന്ന് തൻ്റെ ഭക്തരുടെ ജീവനെ പരിപാലിക്കുന്നു, ദുഷ്ടരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നു. നീതിമാന്മാരുടെ മേൽ പ്രകാശം ഉദിച്ചിരിക്കുന്നു, പരമാർത്ഥ ഹൃദയർക്ക് സന്തോഷം ഉദിച്ചിരിക്കുന്നു. നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ, അവിടുത്തെ വിശുദ്ധ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ കന്യകയായ വിശുദ്ധ സീത്തായെ അനുസ്മരിക്കുന്ന ദിവസമാണ്. ഇറ്റലിയിൽ ലൂക്കാക്ക് സമീപം മോന്ത് സഗ്രാദി എന്ന ഗ്രാമത്തിൽ സീത്ത ജനിച്ചു. ഭക്തയും ദരിദ്രയുമായ അമ്മ മകളെ വളരെ ശ്രദ്ധയോടെ വളർത്തിക്കൊണ്ടുവന്നു. തിരിച്ചറിവ് വന്ന നാൾ മുതൽ സീതായെ നേർവഴിയിൽ നയിക്കാൻ ഇത്രയും പറഞ്ഞാൽ മതി: ഇത് ദൈവത്തിന് വളരെ ഇഷ്ടമാണ്, ദൈവ തിരുമനസ്സാണ്, പക്ഷേ അത് ദൈവത്തിന് ഇഷ്ടമല്ല. കുട്ടി അധികം സംസാരിച്ചിരുന്നില്ല, ജോലി ചെയ്യാൻ വളരെയധികം ഉത്സാഹം പ്രകടിപ്പിച്ചിരുന്നു. 12ാമത്തെ വയസ്സിൽ വിശുദ്ധ ഫ്രിജീദിയന്റെ ദേവാലയത്തിനെതിരെ താമസിച്ചിരുന്ന ഫത്തിനെല്ലി എന്നൊരാളുടെ വീട്ടിൽ അവൾ ജോലിക്ക് നിന്നു. വീട്ടുജോലിക്ക് നിൽക്കേണ്ടി വന്നതിൽ അവൾ സന്തുഷ്ടിയെ പ്രകാശിപ്പിച്ചുള്ളൂ. ദൈവം തന്ന യജമാനനും യജമാനത്തെയും തൊഴിലും എന്ന് കരുതി ഫത്തിനെല്ലിയെയും ഭാര്യയെയും അനുസരിച്ചു പോന്നു. കുടുംബാംഗങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുമ്പേ അവൾ എഴുന്നേറ്റ് ദീർഘമായി പ്രാർത്ഥിക്കുകയും ദിവസം തോറും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും ചെയ്തു പോന്നു. പകൽ സമയത്ത് സകല ജോലികളും ഉത്സാഹത്തോടു ചെയ്തിരുന്നുവെങ്കിലും ധ്യാന പ്രാർത്ഥനയ്ക്കും ദൈവസാന്നിധ്യ സ്മരണയ്ക്കും സമയം വേണ്ടിയിടത്തോളം കണ്ടെത്തിയിരുന്നു. ഈ ദൃശ്യ പ്രകൃതി വളരെ അനുഗ്രഹദായകമാകുമെന്ന് കരുതുമെങ്കിലും മറിച്ചാണ് സംഭവിച്ചത്. അവളുടെ അടക്കം കണ്ടിട്ട് മറ്റു വ്യാഖ്യാനിച്ചു അവൾ ശുദ്ധഭാവമാണെന്ന്, ഉത്സാഹശീലം രഹസ്യമായ അഹങ്കാരത്തിന്റെ ഫലമാണെന്ന്. യജമാനത്തി അവൾക്ക് ത്രാണിയില്ലെന്ന് വിധിയെഴുതി
യജമാനനെ അവളെ കാണുന്നത് കോപകാരണമായിരുന്നു. ഇങ്ങനെ അത്യന്തം ശാസിക്കപ്പെടുകയും പ്രഹരിക്കപ്പെടുകയും ചെയ്തിരുന്നുവെങ്കിലും അവൾ പിറുപിറുക്കുകയോ ആവലാതിപ്പെടുകയോ ചെയ്തിരുന്നില്ല. മുഖത്തിന്റെ പ്രസന്നത അഭേദ്യമായി തന്നെ നിന്നു. വാക്കിലും പെരുമാറ്റത്തിലും ശാന്തതയും സ്നേഹവും നിറഞ്ഞു നിന്നു. സ്ഥിരമായ സുഹൃതം അസൂയയെ ജയിച്ചു. യജമാനനും യജമാനത്തിയും തങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന നിധിയത്തിൽ നിന്ന് മനസ്സിലാക്കി മറ്റു ഭൃത്യർ അവളുടെ സുഹൃതം ഗ്രഹിച്ച് പ്രശംസിക്കാൻ തുടങ്ങി. സാഹചര്യങ്ങൾ മാറിയപ്പോഴും എളിമയ്ക്കും ശാന്തതയ്ക്കും വിനയത്തിനും അന്തരമൊന്നും വന്നില്ല. യജമാനൻ അവളെ സർവാധികാരിയായി നിയമിച്ചു. അപ്പോൾ ശ്രദ്ധ ഒന്നുകൂടെ വർദ്ധിച്ചതേയുള്ളൂ. ഒരു പുരുഷഭൃത്യൻ അശ്ലീലമായി സംസാരിക്കുന്നത് കേട്ടിട്ട് അയാളെ പിരിച്ചുവിട്ടു. വർഷം മുഴുവനും അവൾക്ക് ഉപവാസമായിരുന്നു. ഭക്ഷണം റൊട്ടിയും വെള്ളവും ഒഴിവുള്ളപ്പോൾ ഒഴിഞ്ഞ മുറിയിൽ പോയി അവൾ പ്രാർത്ഥിച്ചിരുന്നു. ഒരു നിലത്തോ ഒരു പലകയിലോ ആണ് അവൾ കിടന്നിരുന്നത്. അവളുടെ ശമ്പളം ദരിദ്രർക്ക് സഹായകമായി നൽകുകയല്ലാതെ സ്വന്തമായി സൂക്ഷിച്ചിരുന്നില്ല. സഹഭൃത്യരെ തന്റെ തലവന്മാരെ പോലെയാണ് അവൾ പരിഗണിച്ചത്. പ്രാർത്ഥനയിലും ദിവ്യകാരുണ്യ സ്വീകരണത്തിലും സമാധിയിൽ നിർലീനയാകുക പതിവായിരുന്നു. 60-ാമത്തെ വയസ്സിൽ അന്ത്യകൂദാശകളെല്ലാം സ്വീകരിച്ച് മുൻകൂട്ടി പറഞ്ഞിരുന്ന സമയത്ത് 1272 ഏപ്രിൽ 27-ാം തീയതി അവൾ കർത്താവിൽ ഭാഗ്യനിർദ്ധര പ്രാപിച്ചു. അത്ഭുതങ്ങൾ അവളുടെ വിശുദ്ധിക്ക് സാക്ഷ്യം നൽകി. പ്രിയരെ, ഗ്രഹഭീതിയിൽ ചിലർ കൊടിയ പാപിനികളായി മാറുന്നുണ്ട്. വിശുദ്ധ സീത്തായെ പോലെ എത്ര പേരുണ്ടാകും? തൊഴിലാളികൾ വിശുദ്ധ സീത്തായെ അനുകരിക്കുന്നത് എത്ര ഉത്തമം. പ്രിയമുള്ളവരെ, നമുക്ക് വിശുദ്ധ സീത്ത പുണ്യവതിയുടെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു. പ്രിയരെ, ഇന്നാണ് ഞങ്ങളുടെ മറ്റം നിത്യസഹായ മാതാ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിനോടനുബന്ധിച്ചുള്ള മരിയൻ പ്രഭാഷണത്തിന്റെ സമാപന ദിവസം. ഇന്ന് ബ്രദർ സന്തോഷ് കരിമർത്തറ വചന സന്ദേശത്തിന് വരുന്നതാണ്. എല്ലാവരെയും മറ്റം നിത്യസഹായ മാതാവിൻ്റെ തീർത്ഥകേന്ദ്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.